അപ്പോൾ ഇന്ന് വീണ്ടും നല്ല മഴയുള്ളൊരു ദിവസം. ഞങ്ങൾ പുറത്ത് പോയിട്ട് മടങ്ങി നംസയ്ക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു നദി ക്രോസ് ചെയ്ത് വേണം നംസയിലേക്ക് പോകാൻ. അപ്പം ഞങ്ങൾ ഏകദേശം പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ എല്ലാം ഒത്തിരി കാഴ്ചക്കാർ പാലത്തിൽ നിൽക്കുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പം നല്ല വെള്ളമുണ്ട് നദിയിൽ. അത് കാണാൻ ആൾക്കാർ ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഒന്നിറങ്ങി കാണാമെന്ന് കരുതി ഞങ്ങളും പതുക്കെ അവിടെ വണ്ടി ഒന്ന് സൈഡ് ചെയ്തു. മഴ ചെറുതായിട്ടൊന്ന് തോർന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നദിയിൽ നല്ല വെള്ളമാണ്, നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കുമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഇത് ഏതാണ്ട് മരുഭൂമി പോലെ കിടന്ന സ്ഥലമാണ്. ഒരു സൈഡിൽ മാത്രം ഇച്ചിരി വെള്ളവുമായിട്ട്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ. അപ്പോൾ അങ്ങ് നിറഞ്ഞു നദി. നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കുമുണ്ട്. ഇനിയും മഴ വരും ദിവസങ്ങളിൽ നല്ല ശക്തമായിരിക്കും. കാരണം മൺസൂൺ തീരുന്നവരെ ഇങ്ങനെ മഴയാണ്. അപ്പോൾ ഈ കാണുന്ന പച്ചിപ്പൊക്കെ വെള്ളത്തിനടിയിൽ പോയിട്ട് ഇത് വലിയൊരു മരുഭൂമി പോലെ നമുക്ക് ദൂരെ നിന്നാലിങ്ങനെ വെള്ളം പരന്ന് കിടക്കുന്നത് കാണാം. ഓക്കെ, 2 സൈഡും കണ്ടോ, ദൂരെ ഇങ്ങനെ വെള്ളം ഇനിയും നിറയാൻ ബാക്കിയുണ്ട്. ഇത് ബ്രഹ്മപുത്രയുടെ ഒരു കൈവഴിയാണ്. പണ്ട് ഈ വഴിയൊക്കെ വരുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നംസയിലേക്ക് പോകണമെങ്കിൽ യാത്ര വലിയ ദുരിതമാണ്. അതായത് നംസയിലോട്ട് പോകണമെങ്കിൽ ഈ നദി ക്രോസ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ വരുന്നവർ ഫെറി യൂസ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ഫെറി കയറി അപ്പുറത്തിറങ്ങും. അത് ഈ മഴയുള്ള സമയത്താണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഒഴുക്കിനൊത്ത് ഫെറി അപ്പുറം കിടക്കണമെങ്കിൽ വലിയ പാടാണ്. പലപ്പോഴും മുങ്ങിയിട്ടുണ്ട് ഫെറി. അങ്ങനെ ഒത്തിരി പേര് ഈ വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരൊക്കെ ഇതിൽ മരണപ്പെട്ടവരിലുണ്ട്. പിന്നെ ആനയുടെ പുറത്ത് കയറി അപ്പുറത്തിറങ്ങും. അങ്ങനെയൊക്കെ യാത്ര വളരെ ദുരിതം പിടിച്ച യാത്രയായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്ഥലം നല്ല സ്ഥലമാണെങ്കിൽ ഈ യാത്ര നദികൾ ക്രോസ് ചെയ്ത് പോകേണ്ടത് കൊണ്ട് ആൾക്കാർക്ക് വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം നല്ല റോഡ് വന്നു. നല്ല സൂപ്പർ റോഡാണ്. യാതൊരു പ്രയാസവുമില്ല. യാത്ര നല്ല സ്ഥലമാണ്. കാഴ്ച കാണാനും ഒക്കെ വളരെ നല്ലൊരു സ്ഥലമാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ സ്ഥലം നന്നായി ഇഷ്ടപ്പെടും. ഇപ്പം യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൂറിസ്റ്റുകൾക്കൊക്കെ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. യാതൊരു പ്രയാസമില്ല ഇപ്പം. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പോന്നു. വീണ്ടും ആകാശമെല്ലാം കറുത്തു. അടുത്ത മഴയ്ക്കുള്ള ഒരു പുറപ്പാടാണ്. ഓക്കെ, ദൂരെ ആ മേഘവും ആ പച്ചിപ്പും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല രസമാണ് അവിടുത്തെ കാഴ്ചകൾ. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അതെ, 2 സൈഡും നല്ല പച്ച നിറത്തിലിങ്ങനെ കിടക്കും റോഡിൻ്റെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഇവിടെ. ചൂട് സമയത്ത് എത്ര ചൂടടിച്ചാലും ഇവിടുത്തെ മരങ്ങളുടെയോ ചെടികളുടെയോ ഒരില പോലും ചൂടേറ്റ് ഉണങ്ങി പോകത്തില്ല. കാരണം ഇവിടുത്തെ മണ്ണിന് നല്ല ഈർപ്പമാണ്. അതുകൊണ്ട് ആ ചൂടേക്കത്തില്ല. നോക്കിക്കേ, ദൂരെ റോഡിൽ കൂടെ ഒരാൾ പോയത് കണ്ടോ. ഇവിടെ അവർക്ക് ഏത് സമയത്തും ഹൈവേയിലൂടെ യഥേഷ്ടം സഞ്ചരിക്കാം. ആരും അവരെ തടയത്തില്ല. നമ്മൾ വണ്ടി ഒഴിച്ച് മാറിപ്പോക്കണം. അങ്ങനെ ഇവിടുത്തെ രീതി. ഓക്കെ, 2 സൈഡിലും പച്ചിപ്പുമായിട്ട് എന്ത് ഭംഗിയാണ്. മഴ പെയ്തു തുടങ്ങി. ഓക്കെ,
നല്ല പ്രകൃതി ഭംഗിയല്ലേ. ഇത് റോഡ് സൈഡിലുണ്ട് അതിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ. ഇത് ഇവിടുത്തെ ഒരു കോളേജല്ല, യൂണിവേഴ്സിറ്റിയാണ്, അരുണാചൽ യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഇവിടുന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്താൻ. അപ്പോൾ കോളേജ് യൂണിവേഴ്സിറ്റി ഞങ്ങൾ പാർ ചെയ്ത് ഇനിയും കുറേ കൂടെ മുന്നോട്ട് പോകണം. ഞങ്ങളേതാണ്ട് നാംസയിലെത്തി. കണ്ടോ, ഇതൊരു ജംഗ്ഷനാണ്. DC ഓഫീസ്, മെഡിക്കൽ, അതായത് മാർക്കറ്റ്, ആ ഒരു ഏരിയയിലേക്കുള്ളൊരു നാംസയിലെ ജംഗ്ഷനാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും വേറെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം. ഓക്കേ.